ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതയൊക്കെ അസ്തമിച്ച അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു ചാൻസും മാത്രമേ ഉള്ളൂ. അതും അടുത്ത മത്സരത്തോടു കൂടി അതിൽ പൂർണ്ണമായ ഒരു വിരാമം ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ജംഷഡ്പൂർ FC-ക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം. ജംഷഡ്പൂർ ഓൾറെഡി പ്ലേ ഓഫിന് യോഗ്യത നേടിക്കഴിഞ്ഞ് അവരിപ്പോൾ പോയിന്റ് ടേബിളിൽ 4-ാം സ്ഥാനത്താണ്. 21 മത്സരങ്ങളിൽ നിന്ന് 37 പോയിന്റ് ഉണ്ട്. അവസാന മത്സരത്തിൽ അവർ മോഹമ്മദൻസിനെ 2-0 പരാജയപ്പെടുത്തിയിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ നിലവിൽ പോയിന്റ് ടേബിളിൽ 9-ാം സ്ഥാനത്താണ്. 21 മത്സരങ്ങളിൽ നിന്ന് 24 പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അവസാന 5 മത്സരങ്ങളിൽ 1 മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചത്. ഒരു മത്സരം സമനിലയായപ്പോൾ ബാക്കി 3 മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. വളരെ മോശം പെർഫോമൻസിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അടുത്ത മത്സരം ജംഷഡ്പൂരിനെതിരെ കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിലാണ്. ആർക്കും വലിയ ആവേശമൊന്നുമില്ല. ഒന്നാമത് ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായിട്ട് തോൽക്കുന്നു, പ്ലേ ഓഫ് സാധ്യതയൊക്കെ ഏതാണ്ട് അസ്തമിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ എത്രത്തോളം ആളുകൾ എത്തും എന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് സംശയമുണ്ട്. പിന്നെ ഇതിലൊരു മറ്റൊരു കാര്യം പറയാനുള്ള, ജംഷഡ്പൂരും ബ്ലാസ്റ്റേഴ്സും ആദ്യ ലെഗിൽ ഏറ്റുമുട്ടിയപ്പോൾ ജംഷഡ്പൂർ 1 ഗോളിനാണ് വിജയിച്ചത്. പ്രതീക് ചൗധരിയുടെ ഗോളിലായിരുന്നു അന്ന് ബ്ലാസ്റ്റേഴ്സിനെ ജംഷഡ്പൂർ പരാജയപ്പെടുത്തിയ എവേ മത്സരമായിരുന്നു. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം, ആ ഒരു മത്സരത്തിൻ്റെ അവസ്ഥയിൽ എന്തായിരുന്നു പോയിന്റ് ടേബിൾ 2 ടീമും എന്ന് നമ്മൾ നോക്കണം. അതായത് ജംഷഡ്പൂർ 8-ാം സ്ഥാനത്തും ബ്ലാസ്റ്റേഴ്സ് 10-ാം സ്ഥാനത്തായിരുന്നു. ആദ്യ ലെഗിൽ നമ്മൾ ഏറ്റുമുട്ടുന്നതിന് മുന്നോടിയായിട്ട് അതായിരുന്നു പോയിന്റ് ടേബിളിലെ സ്ഥാനം 2 ടീമുകളുടെയും. നിലവിലിപ്പം ജംഷഡ്പൂർ 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അവർ അതിനുശേഷം ഗംഭീരമായുള്ള ഒരു തിരിച്ചുവരവാണ് നടത്തി. ഇന്ത്യൻ പരിശീലകനായ ഖാലിദ് ജമീലിൻ്റെ നേതൃത്വത്തിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ച് ഒരു ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ തോൽവികളും തിരിച്ചടികളൊക്കെ ആയിട്ട് ഇപ്പോൾ നിലവിൽ പോയിന്റ് ടേബിളിൽ 9-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ആ ഒരു ഡിഫറൻസ്. ഇപ്പോൾ ജംഷഡ്പൂർ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് താരങ്ങളുണ്ട്. അവരുടെ ഒരു മികവ് തന്നെയാണ് ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ ഹാവിയർ സിവേറിയോ ഉണ്ട്, പിന്നെ ജോർഡാൻ മുറേ ഉണ്ട്. ഇവർ രണ്ടുപേരും മുന്നേറ്റ നിലയിൽ ജംഷഡ്പൂരിൻ്റെ കുന്തമനകളായിട്ട് നിലയുറപ്പിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഹാവിയർ ഹെർണാണ്ടസ് ഉണ്ട്, ഒരു പ്ലേ മേക്കർ എന്നുള്ള രീതിയിൽ. പിന്നെ ഡിഫൻസിലാണെങ്കിൽ സ്റ്റെഫാൻ എസ്സയും, പിന്നെ അതുകൂടാതെ തന്നെ പ്രതീക് ചൗധരി ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സും ഉണ്ട്, നല്ല വിദേശ താരങ്ങളും സമ്മിശ്രമായിട്ടുള്ള ഒരു ടീമാണ് ജംഷഡ്പൂർ. അപ്പോൾ ജംഷഡ്പൂർ FC-യെ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് പരാജയപ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. ഒന്നാമത് ജംഷഡ്പൂരിന് നഷ്ടപ്പെടാനൊന്നുമില്ല. ബ്ലാസ്റ്റേഴ്സിന് ഒരു നേരിയ പ്രതീക്ഷ ഇപ്പോഴും പ്ലേ ഓഫിലേക്കുണ്ട്. അതായത് അടുത്ത 3 മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന് 33 പോയിന്റ് ആവും. നിലവിൽ മുംബൈക്ക് 21 മത്സരങ്ങളിൽ നിന്ന് 32 പോയിന്റാണ്. മുംബൈ 6-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന നോർത്ത് ഈസ്റ്റിന് 22 മത്സരങ്ങളിൽ നിന്ന് 32 പോയിന്റാണ്. അത് ഒഡീഷയാണെങ്കിൽ 7-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഒഡീഷയ്ക്ക് 29 പോയിന്റും, പിന്നെ 8-ാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സിന് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഈസ്റ്റ് ബംഗാളിന് 27 പോയിന്റാണുള്ളത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അടുത്ത 3 മത്സരങ്ങളും വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ടെക്നിക്കലി ഒരു ചാൻസ് ഉണ്ട്. അതിനർത്ഥം മുംബൈയും ഒഡീഷയും പിന്നെ അതുകൂടാതെ തന്നെ നോർത്ത് ഈസ്റ്റൊക്കെ അവരുടെ അടുത്ത മത്സരങ്ങളിലൊക്കെ നെഗറ്റീവ് റിസൾട്ട്സ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മുംബൈ ഇപ്പം ഓൾറെഡി അവർക്ക് ഇനി 3 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ എതിരാളികളെന്ന് പറയുന്നത് ഒന്ന് ബ്ലാസ്റ്റേഴ്സാണ്, അതിന് മുന്നോടിയായിട്ട് മോഹൻ ബഗാനുമായിട്ട് ഏറ്റുമുട്ടും. പിന്നെ ഏറ്റവും അവസാനത്തെ സീസണിലെ അവരുടെ അവസാനത്തെ മത്സരം ബംഗളൂരിനെതിരെയാണ്. അപ്പോൾ 2 മത്സരങ്ങൾ അത്യാവശ്യം ടഫാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മുംബൈയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അതാണ് പിന്നെ മറ്റൊരു ഓപ്ഷൻ. പിന്നെ വരുന്നത് 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന നോർത്ത് ഈസ്റ്റാണ്. നോർത്ത് ഈസ്റ്റ് ഇനി 2 മത്സരങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ 2 മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ താരതമ്യേന എളുപ്പമുള്ള 2 മത്സരങ്ങളാണെന്നുള്ളതാണ്. അതായത് ചെന്നൈയിനും പിന്നെ അത് കൂടാതെ ഈസ്റ്റ് ബംഗാളുമാണ് എതിരാളികൾ. താരതമ്യേന എളുപ്പമാണ് അവർക്ക് മുംബൈയെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം പിന്നെയുള്ളത് ഒഡീഷയാണ്. ഒഡീഷയ്ക്ക് ഇനി 2 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. ഒഡീഷയുടെ മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മത്സരം മോഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെയാണ്, പക്ഷേ അവസാന മത്സരം ജംഷഡ്പൂരിനെതിരെയാണ്. അപ്പോൾ എന്തായാലും ഈ ടീമുകളൊക്കെ എല്ലാ മത്സരങ്ങളൊക്കെ പരാജയപ്പെട്ട് ഒരു അത്ഭുതമൊക്കെ സംഭവിച്ചു ബ്ലാസ്റ്റേഴ്സ് അടുത്ത 3 മത്സരങ്ങളും വിജയിച്ചാൽ മാത്രമേ ഉള്ളൂ ആ ഒരു ടെക്നിക്കൽ സാധ്യത ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്കുള്ളൂ. അതിനുള്ളൊരു ചാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 99% ഇല്ല എന്ന് പറയാം. പക്ഷേ ഫുട്ബോൾ ആയിട്ട് നമുക്ക് 1% അവിടെ മാറ്റിവെക്കാം. പിന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഹോർമിപ്പാം തിരികെ എത്തും. കാരണം കഴിഞ്ഞ മത്സരം സസ്പെൻഷൻ കാരണം കളിച്ചിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലെഗാറ്റർ പുറത്തിരിക്കേണ്ടി വരും. പിന്നെ അതുകൂടാതെ മുന്നേറ്റ നിരയിൽ ചിലപ്പോൾ പെപ്ര സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് തിരികെ വരാൻ സാധ്യതയുണ്ട്. അമാവിക്ക് പകരം പെപ്ര കളിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഐമനെ സ്റ്റാർട്ടിംഗ് ഇലവൻ ഇറക്കുകയാണ് വേണ്ടത്. കാരണം ഐമൻ കഴിഞ്ഞ മത്സരത്തിൽ വന്നതിന് ശേഷം ഗോവയ്ക്കെതിരെ ഒരുപാട് മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയിൽ കണ്ടിരുന്നു. തുടർച്ചയായിട്ട് സബ്ബായി വന്ന് മികച്ച പെർഫോമൻസ്
പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പെർഫോമറാണ് ഐമൻ. അപ്പോൾ ഇത്തരം യുവതാരങ്ങൾക്ക് പരമാവധി അവസരങ്ങൾ കൊടുക്കുകയാണ് ഇനി വേണ്ടത്. കാരണം അടുത്ത സീസൺ മുൻനിർത്തിയുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ പ്രധാനം. ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് ഇപ്പം തന്നെ ഒരുപാട് റൂമറുകളുണ്ട്. മിലോസ് ഈ സീസണോടുകൂടി ടീമിൽ നിന്ന് പുറത്തു പോകും, പെപ്രയെ ഒഴിവാക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുന്നു, ഇനി അടുത്ത സീസണാണ് ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലുള്ളതെന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും ഇനിയുള്ള 3 മത്സരങ്ങളിൽ ഒരു നല്ലൊരു ഫൈറ്റ് കാഴ്ചവെച്ച് പരമാവധി പോയിന്റ് നേടാൻ പറ്റിക്കഴിഞ്ഞാൽ ആരാധകർക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകും. അല്ലെങ്കിൽ ആരാധകരെ സംബന്ധിച്ച് ഒന്നാമത് പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഒരു അടുത്ത 3 മത്സരങ്ങൾ എന്തെങ്കിലും ഒരു ഫൈറ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അടുത്ത സീസണിലേക്ക് എങ്കിലും എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളൊരു ചെറിയൊരു കോൺഫിഡൻസ് എങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു മത്സരത്തെക്കുറിച്ച്? ബ്ലാസ്റ്റേഴ്സിന് ഇനിയും പ്ലേ ഓഫ് സാധ്യതകളുണ്ട് എന്നുള്ള ആ ഒരു ടെക്നിക്കൽ ചാൻസ്, അതിൽ നിങ്ങൾ എത്രത്തോളം വിശ്വാസമുണ്ട് നിങ്ങൾക്ക്? എങ്ങനെയാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.